നിയമസഭാ ബജറ്റ് സമ്മേളനം ഈ മാസം 25-ന് ആരംഭിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ശുപാർശ. ഫെബ്രുവരി 2-ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനും ആലോചനയുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആകും സമ്മേളനം ആരംഭിക്കുക. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണോ തീയതി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്? 25-ന് ഗവർണറുടെ നയപ്രഖ്യാപനം, ഫെബ്രുവരി 2-ന് ബജറ്റ് എന്നുള്ളതാണോ നിലവിലെ തീയതി സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്? ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എത്തിച്ചേരുമെന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ട്. ഭരണഘടനാപരമായ ബാധ്യതയും ഉത്തരവാദിത്വങ്ങളും എല്ലാം കൃത്യമായി തന്നെ നിർവഹിക്കുമെന്നുള്ളതാണ് ഗവർണറുടെ നിലപാട്. തീർച്ചയായും വിഷ്ണു ശർമ്മ, നമുക്കറിയാം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ബജറ്റ് സമ്മേളനത്തിന്റെ തീയതിയെ സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാകുന്നത്. ഈ മാസം 25 മുതൽ ബജറ്റ് സമ്മേളനം ആരംഭിക്കാം എന്നുള്ളൊരു ശുപാർശയാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. ഈ ശുപാർശ രാജ്ഭവന് കൈമാറും. അവിടെ നിന്നാണ് അനുമതി ലഭിക്കേണ്ടത്. സ്വാഭാവികമായും ബജറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. എന്തായാലും തൻ്റെ ഭരണഘടനാപരമായ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുമെന്ന് കഴിഞ്ഞ ദിവസവും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിന് അദ്ദേഹം എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സർക്കാർ തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് അദ്ദേഹം നിയമസഭയിൽ വായിക്കുന്നത്. സർക്കാർ തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗം പൂർണ്ണമായി വായിക്കുമോ, അതിലേതെങ്കിലും ഭാഗം ഒഴിവാക്കാൻ ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ വായിക്കാതെ വിടുമോ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാമാണ് ഇനി അറിയേണ്ടത്. നമുക്കറിയാം, പിണറായി സർക്കാർ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ചില നയങ്ങൾ തെറ്റാണ് എന്നുള്ള സൂചനയോടുകൂടിയുള്ള പരാമർശങ്ങൾ അതിലുണ്ടാകും. കഴിഞ്ഞ തവണയും ആ പരാമർശം ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഗവർണർ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് മാത്രമല്ല, ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ വ്യക്തിപരമായ വിരോധം പോലും നിലനിൽക്കുകയാണ്. ഒരേ വേദിയിൽ വരുമ്പോൾ പോലും അവർ പരസ്പരം മുഖത്ത് പോലും നോക്കാത്ത സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതേ സാഹചര്യത്തിലാണ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. ഗവർണറെ സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയും സ്പീക്കറും അടക്കമുള്ള നിയമസഭയിലെ പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും ആ മുഹൂർത്തങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 25-ാം തീയതി നയപ്രഖ്യാപനം കഴിഞ്ഞാൽ പിന്നീട് ഫെബ്രുവരി 2-ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഫെബ്രുവരി 1-ന് കേന്ദ്ര ബജറ്റ് വരുമെന്ന് കണക്കാക്കുന്നു. അങ്ങനെയെങ്കിൽ 2-ന് കേരള ബജറ്റും അവതരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിനാൽ കൂടുതൽ ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും ഒക്കെ തന്നെ ഈ വർഷത്തെ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. വിഷ്ണു ശർമ്മ, ഈ മാസം 25 മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഫെബ്രുവരി 2-ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 25-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകും സഭാ സമ്മേളനം ആരംഭിക്കുക. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളടക്കം നയപ്രഖ്യാപനത്തിലുണ്ടെങ്കിൽ അതിൽ ഗവർണറുടെ നിലപാട് എന്തായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കേണ്ടത്. മുൻവർഷങ്ങളിലെല്ലാം ഈ ഭാഗം ഒഴിവാക്കിയാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയിട്ടുള്ളത്. വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.